എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് വലിയ ടോപ്പിക്കാണെങ്കിലും അധികം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് ചോദിക്കുകയുണ്ടായി, ദീപയ്ക്ക് ഒരുപാട് പേരായിട്ട് പരിചയങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്, പക്ഷേ ആരുമായിട്ടും വലിയൊരു അടുപ്പം സൂക്ഷിക്കുന്നത് തോന്നിയിട്ടില്ല എന്ന് രണ്ട് പേരാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാനങ്ങനെ ആരുമായിട്ടും ഒരു അറ്റാച്ച്മെൻറ്റ് ഞാൻ ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബന്ധനമാവരുത് എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു രീതിയിലേക്ക് ഞാൻ എത്താനായിട്ട് ഒരുപാട് സമയവും കുറച്ച് ജീവിതത്തിൽ വന്നിട്ടുള്ള കുറച്ച് അനുഭവങ്ങളും കൂടിയാണ്. ഈ അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എന്താ പറയുക, നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങൾക്കൊക്കെ ഒരുപാട് മൂല്യം കൊടുക്കുകയും ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യണ ആൾ തന്നെയാണ്. ഇപ്പോഴും എൻ്റെ സൗഹൃദങ്ങൾക്കൊക്കെ ഞാൻ മൂല്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ 100% ഞാൻ എൻ്റെ മനസ്സ് ഞാൻ കൊടുക്കാറില്ല. കാരണം എനിക്ക് ഭയവും നല്ല പോലെ എനിക്കത് ഫീലായിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നമ്മൾ ചേർത്ത് കൂടെ നിർത്തുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവർ ഒരു അവസരം വരുമ്പോൾ അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവുക അവരുടെ ഫാമിലിക്ക് തന്നെയായിരിക്കും. അല്ലാതെ എത്ര വലിയ സൗഹൃദം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര വലിയ കൂട്ടാണ് എന്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മളോട് അത്രയ്ക്കൊരു അടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൂട്ടുകാരായാലും എൻ്റെ കൂടെ നിൽക്കുന്നവരായാലും എന്ത് പ്രശ്നം എനിക്കുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള സമയം ഞാൻ മാറ്റിവെക്കും. അവരോട് ഞാൻ സംസാരിക്കും. അവരുടെ അടുത്ത് ഞാൻ എന്താ പറയുക, ഒരു വിട്ടുവീഴ്ചയില്ലാതെ, ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു സമയം എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റിയില്ല, മിണ്ടാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഒഴിവ് വന്നു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ഇടും, മെസ്സേജ് ഇടും, അല്ലെങ്കിൽ ഞാൻ വിളിച്ചിട്ട് പറയും ഇന്നതായിരുന്നിട്ട് കാരണം അതുകൊണ്ടാണ് എന്ന് പറയും ഞാൻ. കാരണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം അതുപോലെ തന്നെയാണ് എനിക്കും. എൻ്റെ സുഹൃത്തുക്കളായാലും പരിചയത്തിലുള്ളവരായാലും ബന്ധങ്ങളായാലും ബന്ധുക്കളായാലും നമ്മൾ നല്ല ടൈംസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് പെട്ടെന്നൊരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു അവഗണന കാണിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ട് വിഷമം ഫീൽ ചെയ്യും. അതിപ്പോൾ നമ്മൾ എത്ര ബോൾഡായിട്ടുള്ള ഒരാളാണെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം നമുക്കുണ്ടാവും. എന്തായാലും ആ ഒരു വിഷമം നമുക്ക് വരും. പക്ഷേ ഇതിൽ നിന്നിട്ട് ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടറിൽ നല്ല മാറ്റം വന്നു. കാരണം ഒരാൾ നമ്മളോട് മിണ്ടാതായാലും എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നമുക്കൊന്നും സംഭവിക്കാത്ത രീതിയിൽ നമ്മുടെ മൈൻഡിനെ നമ്മളെ കൊണ്ടുപോകാൻ ഞാൻ പഠിച്ചു. അതാണ് ഞാൻ നേരത്തെ എന്നോട് 2 പേര് ചോദിച്ച സംശയത്തിൻ്റെ മറുപടി. എന്നെ പഠിപ്പിച്ചതാണ്, എൻ്റെ സൗഹൃദങ്ങളും ബന്ധങ്ങളും എന്നെ പഠിപ്പിച്ചതാണ്. നമ്മൾ എത്ര കൂടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ നമ്മളെ ഇട്ട് പോകുമ്പോൾ നമ്മളെങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ബന്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഇട്ടിട്ട് പോകും എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അത് കൂടപ്പിറപ്പുകളായാലും ശരി, നമ്മൾ അങ്ങനെ തന്നെ വിചാരിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫീലിങ്സ് ഉണ്ടാവില്ല. നമ്മളൊരിക്കലും വല്ലാതെ അങ്ങോട്ട് മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകാതിരുന്നാൽ മതി. കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടിയിരിക്കും. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല, 100-ൽ 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കി, ഏത് മനുഷ്യനാണെങ്കിലും അവർക്ക് അവരുടെ കുടുംബം കഴിഞ്ഞിട്ടേ വേറെ ആരും ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ കഴിഞ്ഞിട്ടേ വേറെ എന്തും ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എനിക്കെന്താ എനിക്കുണ്ടായ ഗുണം, ഞാൻ കുറച്ചും കൂടെ എൻ്റെ വീട്ടിലുള്ളവരെയും എൻ്റെ ഇഷ്ടങ്ങളെയും ഞാൻ കൂടുതൽ തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി. അതിനോടൊപ്പം എനിക്ക് പോകാൻ സാധിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ബന്ധം ഒരിക്കലും ബന്ധനങ്ങളാവരുത്. നമുക്ക് ഒരു ഡിസ്റ്റൻസിൽ എപ്പോഴും നിർത്തുന്നതാണ് നല്ലത്. ആരായാലും ഞാൻ പറയാതെ തന്നെ അറിയാം എല്ലാവർക്കും. അപ്പം എന്നോട് 2 പേര് ചോദിച്ചതിൻ്റെ മറുപടിയാണ് ഞാനിപ്പോൾ ഇട്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് തോന്നി. അപ്പോൾ വേറൊരാൾ എന്നോട് ചോദിച്ചു, ടീച്ചർക്ക് എത്രയോ പരിചയക്കാരാണ്, എന്തോരം പരിചയക്കാരാണ് എന്ന് പറഞ്ഞു. ഒരു കല്യാണത്തിന് കണ്ടപ്പം 2 പേരുണ്ടായി, എൻ്റെ ഒരു സ്റ്റുഡൻറ്റും ഉണ്ടായി. അപ്പോൾ അവൾ പറയും, ടീച്ചർക്ക് ദൂരത്തോളം പരിചയക്കാരാണ്, ഇവരെല്ലാം എൻ്റെ പരിചയക്കാരാണ്. പക്ഷെ പരിചയവും സ്നേഹവും മാത്രമേ ഉള്ളൂ. ഒരാളുമായിട്ട് ഞാൻ അങ്ങനെ വല്ലാതെ അടുപ്പം ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ സൂക്ഷിക്കാറില്ല. ഇപ്പോൾ
കാരണം ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവർക്കും ബന്ധങ്ങളാവാതിരിക്കട്ടെ, നല്ല സുഹൃത്ത് ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാവട്ടെ. അതാണ് എനിക്ക് 2026 ജനുവരി 1-ാം തീയതി ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയാനൊന്നുമില്ല, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞു മാത്രം. നന്ദി.